ആവശ്യമുണ്ടോ അത്രയും ഇന്ധനം വിൽക്കാൻ അമേരിക്ക തയ്യാറാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് ഊർജ്ജ മേഖലയിൽ നിർണായക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം ദൃഢമാക്കാനുള്ള അമേരിക്കയുടെ നീക്കം കൂടിയാണിത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളെ തുടർന്ന് ഹോർമോസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തിൽ കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണയുമായി അമേരിക്ക രംഗത്തെത്തിയിരിക്കുന്നത്. US വിദേശകാര്യ സെക്രട്ടറിയായ ശേഷമുള്ള മാർക്കോ റൂബിയോയുടെ ആദ്യ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനം നാളെ ആരംഭിക്കാനിരിക്കെയാണ് നിർണായക നീക്കം. US ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന എണ്ണ ഉൽപാദനവും കയറ്റുമതിയും നടക്കുന്ന സമയമാണിതെന്നും ഇന്ധന ആവശ്യങ്ങൾക്കായി ഇന്ത്യയുമായി കൂടുതൽ സഹകരിക്കാൻ ചർച്ചകൾ നടന്നു വരികയാണെന്നും മിയാമിയിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു. ഇന്ധന സുരക്ഷയ്ക്ക് പുറമെ വെനസ്വേലൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലും ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അമേരിക്കയ്ക്ക് താൽപര്യമുണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യ വലിയൊരു പങ്കാളിയും സഖ്യകക്ഷിയുമാണെന്നും റൂബിയോ വ്യക്തമാക്കി. മെയ് 23 മുതൽ 26 വരെ നീണ്ടു നിൽക്കുന്ന സന്ദർശനത്തിൽ ന്യൂഡൽഹിക്ക് പുറമെ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ എന്നീ നഗരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. ഇന്ധന സുരക്ഷ, പ്രതിരോധം, വ്യാപാരം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ മെയ് 26 ദില്ലിയിൽ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും മാർക്കോ റൂബിയോ പങ്കെടുക്കും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി മൊട്ടോഗി തോഷിമിത്സു എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയും ആഗോള വെല്ലുവിളികളും ക്വാഡ് യോഗത്തിൽ പ്രധാന ചർച്ചയാകും. കൂടാതെ അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ 250ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായുള്ള പ്രത്യേക ചടങ്ങുകളിലും റൂബിയോ പങ്കാളിയാവും. അതേസമയം ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായ തീരുമാനവുമായി ഇന്ത്യ മുന്നോട്ടു പോവുകയാണ്. 100% എഥനോൾ അധിഷ്ഠിത ഇന്ധനം രാജ്യമെങ്ങും വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. വിദേശത്തു നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കൊച്ചി മുതൽ ദില്ലി വരെ അടുത്ത 5 വർഷങ്ങൾക്കകം 50,000 എഥനോൾ 100 ഇന്ധന സ്റ്റേഷനുകൾ സ്ഥാപിക്കാനാണ് കേന്ദ്രം ഒരുങ്ങുന്നത്. ഇതോടെ ഇന്ധന വിലയിൽ 30% വരെ കുറവ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ലോകത്തിൽ തന്നെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് ഈ 100 ഫെക്സ് ഫ്യൂവൽ സാങ്കേതിക വിദ്യ സ്വന്തമായിട്ടുള്ളത്. US, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ ഒരു ഭാഗത്തും ഇറാൻ മറുഭാഗത്തുമായി നടക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധമാണ് കേന്ദ്ര സർക്കാരിനെ വേറിട്ട വഴികളിലൂടെ നടപ്പാക്കാൻ പ്രേരിപ്പിക്കുന്നത്. യുദ്ധവുമായി ബന്ധപ്പെട്ട് ഹോർമൂസ് കടലിടുക്ക് ബ്ലോക്ക് ചെയ്യപ്പെട്ടത് ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു. ആഭ്യന്തര ആവശ്യത്തിനുള്ള ഇന്ധനത്തിന്റെ 85% ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. കഴിഞ്ഞ സാമ്പത്തിക വർഷം ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി മാത്രം 10.9 ലക്ഷം കോടി രൂപയാണ് രാജ്യം ചെലവഴിച്ചത്. ഇതിലധികവും മധ്യപൂർവ്വ ദേശത്തെ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടേക്ക് വരുന്നത്. ഹോർമൂസിൽ തടസ്സമുണ്ടായതോടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ ഇന്ധന ഇറക്കുമതി വൈവിധ്യവൽക്കരിച്ചു. എന്നിരുന്നാലും എണ്ണ കമ്പനികൾ ഭീമമായ നഷ്ടം നേരിടുന്ന സാഹചര്യത്തിൽ 2 തവണയായി രാജ്യത്ത് ഇന്ധനവില വർദ്ധിപ്പിക്കേണ്ടി വന്നു. മാറുന്ന ലോകക്രമത്തിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ പൂർണ്ണമായി ആശ്രയിക്കാനാവില്ലെന്ന തിരിച്ചറിവ് ഇന്ത്യക്കുണ്ട്. അതിനാൽ പെട്രോളിൽ 20% എഥനോൾ കലർത്തിയുള്ള ഇന്ധനം രാജ്യത്ത് വ്യാപകമായിരുന്നു. ഇവിടെ നിന്ന് 100% എഥനോൾ എന്ന പുരോഗമനപരമായ ലക്ഷ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.